സൂര്യചന്ദ്ര ഭാഗം 26. മോളെ നോക്കാൻ എന്നതിനു വേണ്ടി മാത്രം നാരായണൻ ഗായത്രി ദേവി വിവാഹം കഴിക്കുന്നത്. അങ്ങനെ അവളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നാരായണൻ വിവാഹം കഴിച്ചത്. മീര വളർന്നത് അമ്മയുടെ സ്നേഹത്തിൽ മാത്രമല്ല, ഗായത്രി ദേവിയുടെ നിയന്ത്രണത്തിലുമായിരുന്നു. അയാൾ കണ്ണുകൾ മുറുക്കി അടച്ചു. അവളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജോലി എല്ലാം പ്ലാൻ ചെയ്തതായിരുന്നു. ചന്ദ്രയുടെ കണ്ണുകൾ കണ്ണുനീർ നിറഞ്ഞു. മീരയെ അവൾ മകളായി വളർത്തിയത് സ്നേഹിക്കാൻ വേണ്ടി മാത്രമല്ല, അവളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗത്തിനും വേണ്ടിയാണ്. അത് നാരായണൻ തിരിച്ചറിഞ്ഞപ്പോൾ ശരിക്കും തളർന്നു പോയി. നാരായണൻ ഒരിക്കൽ എന്തൊക്കെയോ രേഖകൾ കണ്ട്, മെഡിക്കൽ ഫയലുകൾ, അനധികൃത പരീക്ഷണങ്ങൾ എല്ലാം. അതെല്ലാം കണ്ട് അവൻ്റെ കൈ ഒന്ന് വിറച്ചു. അവൻ ഗായത്രിയോട് ചോദിച്ചു, എതിർത്തു, ഭീഷണിപ്പെടുത്തി. അന്നാണ് അവന് ആകസ്മികമായി ഹൃദയാഘാതം വന്നത്. ചന്ദ്ര കണ്ണുകൾ അടച്ചു നിന്നു. രുദ്ര അവളെ ആശ്വസിപ്പിക്കും പോലെ അവളെ ചേർത്ത് പിടിച്ചു. കണ്ണടച്ചു. പോസ്റ്റ്മോർട്ടം പോലും ശരിയായി നടന്നില്ല. എല്ലാം ആശുപത്രിക്കുള്ളിൽ തന്നെ തീർത്തു. അയാൾ രുദ്രനെ നോക്കി. അത് ഹൃദയാഘാതമല്ല, അതൊരു കൊലപാതകമാണ്. അദ്ദേഹം പറഞ്ഞതും ചന്ദ്ര ഒരു ഞെട്ടലോടെ രുദ്രനെ നോക്കി. മുത്തശ്ശനെ കാണാനായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നോ മരിക്കുന്നതിന് മുൻപ്? രുദ്ര ചോദിച്ചതും വന്നിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് എന്നോട് ഗായത്രിയുടെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പ്രതികരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നാരായണൻ എൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ എനിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ 2 കൊച്ചുമക്കളെയും എൻ്റെ മീരമോളുടെയും പുറകെ തന്നെ ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഒരു സുരക്ഷ പോലെ ഇവരുടെ കൂടെ തന്നെയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൂര്യചന്ദ്രന്മാരുടെ മാത്രമല്ല, ശിവരുദ്രന്മാരുടെയും കാര്യം എനിക്കറിയാം. നിങ്ങൾ ഇവർക്ക് ആരാണെന്നും ഏകദേശം എനിക്കിപ്പോൾ അറിയാം. പക്ഷെ മറ്റൊരു കാര്യം എനിക്കിപ്പോൾ പറയാൻ പറ്റും. എൻ്റെ 2 കൊച്ചുമക്കളും സുരക്ഷിതമായ കൈകളിലാണെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് രുദ്രൻ്റെ കയ്യിൽ പിടിച്ചു. എൻ്റെ കൊച്ചുമക്കളെ 2 പേരെയും ഞാൻ നിങ്ങൾ സഹോദരന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. മീര, അവളെയും നോക്കിക്കൊള്ളണം. എൻ്റെ മികയുടെ ജീവനാണ് മീര. പക്ഷെ നിങ്ങൾക്ക് അവളുടെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മുത്തശ്ശനറിയാം. പക്ഷെ നിങ്ങൾ മക്കൾക്ക് അമ്മയുടെ സ്നേഹം ആവശ്യമായ സമയത്തൊന്നും മീര തന്നിട്ടില്ല എന്നും മുത്തശ്ശനറിയാം. പക്ഷെ അത് ഒരിക്കലും നിങ്ങളുടെ അമ്മയുടെ കുഴപ്പം കൊണ്ടല്ല. അവളെ അതിന് തടഞ്ഞു നിർത്തിയതാണ്. അവളെ അങ്ങനെ ആക്കിയതാണ്. നിങ്ങളിൽ നിന്നും അകറ്റിയതാണ്. അതുകൊണ്ട് മക്കൾ വെറുക്കരുത് നിങ്ങളുടെ അമ്മയെ. ഗായത്രിയുടെ കയ്യിൽ ഒരു കളിപ്പാവയായി മാറിപ്പോയി നിങ്ങളുടെ അമ്മ. അതിൻ്റെ പ്രധാന കാരണക്കാർ ഞങ്ങൾ തന്നെയാണ്. എനിക്കന്ന് വാശി പിടിച്ചിട്ടാണെങ്കിലും മീരമോളെ ഞങ്ങളുടെ കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു. നാരായണന് സങ്കടമാകും എന്ന് കരുതിയാണ് ഞങ്ങൾ മോളെ അവിടെ നിർത്തിക്കൊണ്ട് പോന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാരായണൻ്റെ സങ്കടം നോക്കരുതായിരുന്നോ എന്ന്. അങ്ങനെയെങ്കിൽ മീരമോൾക്ക് നല്ലൊരു ജീവിതം ലഭിച്ചേനെ, അതിലൂടെ നിങ്ങൾക്കും, അദ്ദേഹം പറഞ്ഞു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകിയിരുന്നു. ശരിക്കും ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെ ആക്കി തീർത്തത് അവളാണ്, ഗായത്രി. അവളുടെ സ്വാർത്ഥതയാണ്. അല്ലെങ്കിൽ അവൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെയും എല്ലാം ജീവിതം എങ്ങനെ ആക്കിയത്? നിങ്ങളുടെ മുത്തശ്ശൻ്റെ മരണം, നിങ്ങളുടെ മുത്തശ്ശിയുടെ മരണം, അങ്ങനെ നമ്മൾ അറിയാത്ത ഒരുപാട് മരണങ്ങൾക്ക് പിന്നിൽ അവളുടെ കൈകളുണ്ട്. ആതിര, ആ കുട്ടിയുടെ മരണത്തിന് പിന്നിലും അവൾ തന്നെയാണ്, ഗായത്രി ദേവി. അവളുടെ ലക്ഷ്യം എന്താണെന്ന് മാത്രം വ്യക്തമല്ല. എന്തായാലും നിങ്ങളുടെ മുത്തശ്ശൻ നാരായണൻ്റെ സ്വത്ത് മാത്രമല്ല, നിങ്ങളുടെ അമ്മ മീരയുടെ സ്വത്തും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വാമിക ഹോസ്പിറ്റൽ അവൾക്ക് ഈ ഞാൻ പോലും അറിയാത്ത ഒരു ഷെയർ ഉണ്ടായിപ്പോയത്. അതിൻ്റെ കാരണം എൻ്റെ മകനാണ് എന്നെനിക്കറിയാം. പക്ഷെ ഒരുപാട് നാൾ ഞാൻ അവളെ വളരാൻ അനുവദിക്കില്ല. എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നോ ഒന്നും അവൾക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ കാത്തിരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ്. എഴുന്നേറ്റ് ചെറുതായിട്ട് എനിക്കിരിക്കാൻ സാധിക്കും, അതും വളരെ കുറച്ച് സമയം.
അങ്ങനെ പോരാ, എനിക്ക് ആരുടെയും സഹായം കൂടാതെ നടക്കണം. എന്നാൽ ഉറപ്പായിട്ടും അവൾക്കെതിരെ വ്യക്തമായ തെളിവുകളുമായി ഞാൻ വരും. തെളിവുകൾ മാത്രമല്ല, അവൾക്കെതിരെ സാക്ഷികളുമായിട്ട് ഞാൻ വരും. എനിക്ക് വന്നല്ലേ പറ്റൂ. അതിന് എൻ്റെ കൊച്ചുമക്കൾ കൂടി എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, കൂടെ ഉണ്ടാവുകയാണെങ്കിൽ, ഞാൻ ഉറപ്പായിട്ടും അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ആ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം, ആത്മവിശ്വാസം, അതെല്ലാം രുദ്രനും ചന്ദ്രയ്ക്കും അത്ഭുതമായിരുന്നു. എൻ്റെ എൻ്റെ മകൾക്കും എൻ്റെ മരുമകനും ആതിരമോൾക്കും എനിക്ക് നീതി വാങ്ങിക്കൊടുക്കണം. കൊടുത്തേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ആത്മവിശ്വാസം മാത്രമല്ല, തൻ്റെ മകളെ ഇല്ലാതാക്കിയത്, തൻ്റെ മരുമകനെ ഇല്ലാതാക്കിയത്, തൻ്റെ കൊച്ചുമക്കളെ തങ്ങൾക്ക് നഷ്ടപ്പെടാൻ കാരണമായ അവരോടുള്ള പകയും ദേഷ്യവുമായിരുന്നു. അതായിരുന്നു ആ സമയം ആ കണ്ണുകളിൽ എന്ന് രുദ്രന് തോന്നി. ആ സമയം രുദ്രന്റെ കയ്യിൽ ഫോൺ റിങ് ചെയ്തു. ഫോൺ എടുത്തു നോക്കിയപ്പോൾ ശിവയായിരുന്നു. നാരായണന്റെ തറവാട്ടിൽ ഇപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ ശിവ രുദ്രനോട് പറഞ്ഞു. മുത്തശ്ശനെ കണ്ട കാര്യങ്ങൾ രുദ്രും ശിവയോട് പറഞ്ഞു. അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല, നമുക്ക് കളത്തിലേക്ക് ഇറങ്ങിയേ പറ്റൂ, അല്ലേ രുദ്ര? ശിവ ചോദിച്ചതും അതെ, ഇനി കളത്തിലിറങ്ങി കളിക്കണം. ഇല്ലെങ്കിൽ നഷ്ടങ്ങൾ മാത്രം നമുക്ക് ബാക്കിയാകും. എന്നാലും എൻ്റെ ഒരു സംശയമാണ്, ഗായത്രി ദേവിക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുമോ? അവർക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? രുദ്ര ചോദിച്ചതും മുത്തശ്ശൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഉണ്ട്. അത് നിങ്ങൾക്ക് ഗായത്രി ദേവിയെ പറ്റി ശരിക്കും അറിയാത്തത് കൊണ്ടാണ് മോനെ ഇങ്ങനൊരു സംശയം. അവളെക്കുറിച്ച് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംശയത്തിന് ഇടമുണ്ടാകില്ല. അപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ള ജ്യൂസുമായിട്ട് കുറച്ച് മുമ്പ് കണ്ട സ്ത്രീ വന്നു. അപ്പോൾ മുത്തശ്ശനോ? രുദ്ര ചോദിച്ചു. അദ്ദേഹത്തിന് ഇതൊന്നും കുടിക്കാൻ പാടില്ല, അവർ പറഞ്ഞു. പിന്നെയും കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷമാണ് അവർ മുത്തശ്ശനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പിരിഞ്ഞത്. തിരിച്ചുള്ള യാത്രയിൽ ശിവയും സൂര്യയും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. കാറിന്റെ സ്റ്റിയറിംഗിൽ ശിവയുടെ കൈ ഉറച്ചതായിരുന്നു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ പുറം കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സൂര്യ. നാരായണന്റെ തറവാട്ടിലെ പഴയ വീട്ടിലെ ദൃശ്യങ്ങൾ അവളുടെ മനസ്സിൽ അപ്പോഴും തെളിഞ്ഞു നിന്നു. അവിടെ താമസിച്ച അച്ഛൻ്റെ ബന്ധുവായ അധ്യാപകനായ അദ്ദേഹത്തിന്റെ അനുവാദപ്രകാരം അദ്ദേഹത്തെ വിളിച്ചു. ശിവയും സൂര്യയും സംസാരിക്കുകയും ചെയ്തു. തൻ്റെ നാരായണന്റെ മകളാണ് സൂര്യ എന്നറിഞ്ഞ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം. ഇപ്പൊ പെട്ടെന്ന് വരാൻ പറ്റാത്തത് കൊണ്ട് താൻ വരാത്തതെന്നും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വരുമ്പോൾ മോളെ കാണാം എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ശിവ പഴയ നാരായണന്റെ എന്തെങ്കിലും സാധനങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ അത് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത്. ശിവയുടെ ആവശ്യപ്രകാരം പഴയ സാധനങ്ങൾ കൂട്ടിവച്ചിരിക്കുന്ന മുറി സൂര്യയ്ക്കും ശിവയ്ക്കും വേണ്ടി തുറന്നു കൊടുത്തു. പൊടി പിടിച്ച ചിത്രങ്ങൾ, പഴയ രേഖകൾ അവിടെ ഉണ്ടായിരുന്നു. ജോലിക്കാരൻ്റെ വിറയ്ക്കുന്ന ശബ്ദം. നാരായണനെക്കുറിച്ച് അദ്ദേഹം അറിയുന്ന കാര്യങ്ങൾ പറയുന്നു. ഗായത്രി ദേവി നാരായണന്റെ കസിനാണ്. എന്നിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്. ഞാൻ ഒരിക്കലും കരുതിയില്ല ഞങ്ങളെ വളർത്തിയ അവർ ഇത്രയ്ക്ക് ദുഷ്ടിയായിരുന്നു എന്ന്. സൂര്യ പറയുന്നത് കേട്ട് ശിവ ഒന്ന് തലചരിച്ചു നോക്കി. അവൾക്ക് നാരായണനോടുള്ള പ്രണയം ഒരു വശം മാത്രമായിരുന്നു. അത് പകയായി മാറിയപ്പോഴാണ് എല്ലാം തകർന്നത്. ശിവ പറഞ്ഞു. സൂര്യയുടെ ശ്വാസതാളം മുറുകി. അവർ എന്തിനാ ഞങ്ങളെ വളർത്തിയത്? പ്രതികാരത്തിൻ്റെ ഓർമ്മയായി ജീവിക്കാനാണോ അവർ തങ്ങളെ വളർത്തിയത്? അന്നേ ഞങ്ങളെ കൊന്നു കളയായിരുന്നില്ലേ? അവരുടെ പക അങ്ങനെ തീർക്കാമായിരുന്നില്ലേ? ഇതിപ്പോൾ കുഞ്ഞുനാളിൽ മുതൽ ഞങ്ങൾ സ്നേഹിച്ചതാണ് അവരെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ സ്വയം വെറുപ്പ് തോന്നുന്നത്. ഇങ്ങനൊരു സ്ത്രീയായിരുന്നു ഞങ്ങൾ സ്നേഹിച്ചത് എന്നോർക്കുമ്പോൾ. സൂര്യയുടെ ശബ്ദം ഇടറി തുടങ്ങി. അവളുടെ കരച്ചിൽ പതിയെ പുറത്തേക്ക് വന്നു തുടങ്ങി. ചിലർക്ക് സ്നേഹിച്ചത് കിട്ടാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് അതൊരു പുരുഷനോ സ്ത്രീയോ ആകുമ്പോൾ, സ്വാഭാവികമായിട്ടും അവർക്ക് എല്ലാത്തിനോടും ദേഷ്യം തോന്നും. പിന്നീട് അത് തിരിച്ച് ജീവിതത്തിലേക്ക് തന്നെ കിട്ടുമ്പോൾ അപ്പോഴും അതിനൊരു അതിർവരമ്പ് വെച്ചാൽ, അതിന് നിയന്ത്രണം കൂടെയുള്ള ആൾ വയ്ക്കുമ്പോൾ അവർക്ക് അത് പകയും പ്രതികാരവുമായി മാറും. ആ പ്രതികാരം പല രീതിയിൽ തീർക്കാം. സ്നേഹിച്ച് തീർക്കാം, ഉപദ്രവിച്ച് തീർക്കാം, വേദനിപ്പിച്ച് തീർക്കാൻ പറ്റും,
സർവ്വതും നശിപ്പിച്ചു തീർക്കാം. ഇതിൽ രണ്ട് വഴിയാണ് ഗായത്രി ദേവി സ്വീകരിച്ചത്. ഒന്ന്, അവർക്ക് അവരുടെ പ്രണയം നഷ്ടപ്പെടാൻ കാരണമായ മികയെ ഇല്ലാതാക്കി. അവരുടെ പ്രണയത്തെ സ്വന്തമാക്കിയപ്പോൾ ആ പ്രണയം തനിക്ക് അപ്പോഴും അന്യമാണ് എന്നറിഞ്ഞ് അവർ അയാളുടെ ഏറ്റവും വിലപ്പെട്ട മകളെ കൈവശമാക്കി. മകളുടെ ജീവിതം നശിപ്പിച്ച് പ്രതികാരം തീർക്കുന്നു. ആ മകൾക്ക് 2 കുട്ടികൾ കൂടി ഉണ്ടാകുമ്പോൾ ആ കൊച്ചുമക്കളെ കൂടെ നിർത്തി അതിൽ ആനന്ദം കണ്ടെത്തുന്നു. ഇതാണ് ഗായത്രി ദേവി ചെയ്തത്. അത് പറയുമ്പോൾ ശിവയുടെ ശബ്ദം ശാന്തമായിരുന്നു. സൂര്യ കണ്ണുകൾ അടച്ചു. നാരായണൻ മികയെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഗായത്രി ദേവിക്ക് അത് സഹിക്കാനായില്ല. അവർ മികയെ നഷ്ടപ്പെടുത്തി, പിന്നെ അമ്മയെ, പിന്നെ ഞങ്ങളെ അവരുടെ രീതിയിൽ വളർത്തി, അല്ല രൂപപ്പെടുത്തിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ പകയ്ക്കും പ്രതികാരത്തിനും ഇരയായത് 2 തലമുറയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ യഥാർത്ഥ മുത്തശ്ശിയെ നഷ്ടപ്പെട്ടു, മുത്തശ്ശനെ നഷ്ടപ്പെടുത്തി. എന്തിന്? പെറ്റമ്മയുടെ സ്നേഹം പോലും അനുഭവിക്കാൻ അവർ സമ്മതിച്ചില്ല. അവരെ വെറുക്കാനായി ഞങ്ങളിലേക്ക് വിഷം കുത്തിവെച്ചു. പ്രസവിച്ച സ്വന്തം അമ്മയെ ഞങ്ങൾ വെറുത്തു, അച്ഛനെയും. സൂര്യ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി. ശിവ കാറ് സൈഡിലേക്ക് നിർത്തി. കടലിന്റെ ദൂരെ ശബ്ദം കേൾക്കാമായിരുന്നു. സൂര്യ, അവൻ മൃദുവായി വിളിച്ചു. നിനക്ക് വേദനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ നീ അവരുടെ കൈകളിൽ കിടന്ന് ബലിയാടാകാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോരാടണം. നിങ്ങളുടെ മുത്തച്ഛനും മുത്തശ്ശിക്കും നിങ്ങളുടെ സ്വന്തം അമ്മയ്ക്കും വേണ്ടി ഗായത്രി ദേവിക്ക് നേരെ നിന്ന് തന്നെ നിങ്ങൾ പോരാടണം, ശിവ പറഞ്ഞു. അത് കേട്ട് അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങി. ഞാൻ മെഡിക്കൽ പഠിച്ചത് ജീവൻ രക്ഷിക്കാനാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവനിലും ഇനി ആരെങ്കിലും കൈകടത്തിയാൽ ആ ജീവൻ ഞാൻ അങ്ങനെ തന്നെ എടുക്കും. രക്ഷിക്കാൻ മാത്രമല്ല, ജീവൻ എടുക്കാനും ഒരു ഡോക്ടർക്ക് പറ്റും. അത് ഡോക്ടർ ഗായത്രി ദേവി തന്നെ തെളിയിച്ചതാണല്ലോ. അത് പറയുമ്പോൾ സൂര്യയുടെ ശബ്ദത്തിൽ വളരെ മൂർച്ചയുള്ളതായി ശിവയ്ക്ക് തോന്നി. സത്യം പുറത്തു കൊണ്ടുവരാം, നിയമം വഴി മാത്രം, ശിവ പറഞ്ഞു. സൂര്യ അവനെ നോക്കി. ആ നിമിഷം അവരുടെ ഇടയിൽ അവർ പരസ്പരം പറയാത്തൊരു ബന്ധം ശക്തമായി. നിനക്ക് പേടിയുണ്ടോ? സൂര്യ ശിവയോട് ചോദിച്ചു. ഉണ്ട്, അവൾ തുറന്നു പറഞ്ഞു. പക്ഷേ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയാളല്ല. എൻ്റെ കൂടെ എൻ്റെ ചന്ദ്രയുണ്ട്. ചന്ദ്ര മാത്രമല്ല, നിങ്ങളില്ലേ? അവൾ ശിവയുടെ മുഖത്ത് നോക്കി ചോദിച്ചതും ശിവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കാറ് വീണ്ടും മുന്നോട്ട് നീങ്ങി. ഇതുപോലെ തന്നെ തിരിച്ചുള്ള മടക്കയാത്രയിലായിരുന്നു രുദ്രനും ചന്ദ്രയും. മറ്റൊരു റോഡിൽ രുദ്രന്റെ ജീപ്പ് നഗരത്തിലെ വിളക്കുകൾ കടന്ന് നീങ്ങുകയായിരുന്നു. ചന്ദ്രയുടെ കയ്യിൽ മികയുടെ അച്ഛൻ നൽകിയ ആ ഒരു ഫോട്ടോ പിടിച്ചു. മികയും നാരായണനും യുവത്തിൽ പുഞ്ചിരിയോടെ, ഞങ്ങളുടെ മുത്തശ്ശി മിക വളരെ ശാന്തമായിരിക്കുന്നെന്ന് അപ്പൂപ്പൻ പറഞ്ഞു. അത് ശരിക്കും ഈ ഫോട്ടോയിൽ അറിയാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, എന്നെപ്പോലെ തന്നെ വെറുതെയല്ല ഗായത്രി ദേവിയിലെ എൻ്റെ കണ്ണുകൾ മൂടി വെച്ചത്. ഈ കണ്ണുകളെ അവൻ പേടിപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? രുദ്ര ചന്ദ്രയോട് ചോദിച്ചു. രുദ്ര സ്റ്റിയറിംഗിൽ നിന്ന് കണ്ണു മാറ്റാതെ, ആയിരിക്കാം, രുദ്ര പറഞ്ഞു. ഗായത്രി ദേവി അവർ നാരായണനെ സ്നേഹിച്ചു. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് മികയെ. അതാണ് അവളുടെ പകയുടെ തുടക്കം. ജീപ്പിന്റെ എഞ്ചിൻ ശബ്ദം മാത്രം രണ്ടുപേരും ആ മൗനത്തിലായി. മികയുടെ മരണം അതൊരു അപകടമല്ലെന്ന് അപ്പൂപ്പൻ പറഞ്ഞു. ആ പ്രസവ സമയത്ത് മിക മരിച്ചപ്പോൾ ചില രേഖകൾ മാറ്റിയതും ഗായത്രി ദേവിയാണെന്നാണ് സംശയം. മുത്തച്ഛൻ്റെ സംശയമാണ്. എത്രത്തോളം അത് സത്യമാണെന്ന് നമുക്കറിയില്ല. രുദ്രന്റെ പിടി സ്റ്റിയറിംഗിൽ കൂടുതൽ ഉറപ്പായി. അത് തെളിയിക്കണം, വികാരം കൊണ്ടല്ല, തെളിവ് കൊണ്ട്. ചന്ദ്ര ഒരു ചെറു പുഞ്ചിരിയോടെ അവനെ നോക്കി. IPS ഓഫീസർ ഉണർന്നല്ലോ, അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. അല്ല, ഞാൻ IPS ഓഫീസർ മാത്രമായിട്ടല്ല നിന്റെ മുന്നിലിരിക്കുന്നത്, നിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാൾ മാത്രമായിട്ടാണ്, രുദ്ര പറഞ്ഞു. അത് കേട്ട് ചന്ദ്രയുടെ ഹൃദയം ഒന്ന് മിടിച്ചു. ഞാൻ ലോ പഠിച്ചത് നീതിക്ക് വേണ്ടിയാണ്. പക്ഷേ ഇന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത്.
നമ്മുടെ സ്വന്തം രക്തത്തിന് വേണ്ടി വരെ പോരാടേണ്ടി വരുമെന്ന് കരുതിയില്ല. ഞാൻ കരുതിയില്ല, അവൾ പറഞ്ഞു. നീ തകർന്നു പോയ പോലെയാണല്ലോ സംസാരിക്കുന്നത്, രുദ്ര പറഞ്ഞു. അകത്ത് തകർന്നിട്ടുണ്ട്, അവൾ തുറന്നു പറഞ്ഞു. പക്ഷെ അത് പുറത്ത് കാണിക്കില്ല. ഗായത്രി ദേവി നമ്മളെ ബലഹീനരായി കരുതും. രുദ്രന്റെ ചുണ്ടിൽ ചെറിയൊരു ചിരി മിന്നി മാഞ്ഞു. ഞാനൊന്ന് പറയട്ടെ? എന്ത്? നിന്നെ ആദ്യമായി ഹോസ്പിറ്റലിൽ കണ്ട ദിവസം തന്നെ ഞാൻ കരുതി ഈ പെൺകുട്ടി സാധാരണ ഒരു പെൺകുട്ടിയല്ല എന്ന്. ഇപ്പോ എനിക്കത് ഉറപ്പായി. അത് കേട്ട് ചന്ദ്രയുടെ കവിളിൽ ചുവപ്പ് പടർന്നു. ജീപ്പ് സിഗ്നലിൽ നിർത്തി. ചുവപ്പ് ലൈറ്റിന്റെ പ്രകാശം അവരുടെ മുഖത്ത് പതിഞ്ഞു. നിനക്ക് പേടിയുണ്ടോ ചന്ദ്ര? രുദ്ര ചോദിച്ചു. ചന്ദ്ര ഒരു നിമിഷം ചിന്തിച്ചു. ഉണ്ട്, പക്ഷെ ഈ സത്യം മറച്ചു വെക്കുന്നതാണ് കൂടുതൽ പേടി. അവർ ഫ്ലാറ്റിലുണ്ട്. അവരുടെ മുന്നിൽ അഭിനയിക്കേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ ആണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ചന്ദ്ര ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. പച്ച ലൈറ്റ് തെളിഞ്ഞു. ജീപ്പ് മുന്നോട്ട് നീങ്ങി. രുദ്ര അവളെ വിളിച്ചു. പറഞ്ഞത് പ്രകാരം 2 കാറുകളും ഒടുവിൽ ഒരേ സ്ഥലത്ത് എത്തിച്ചേർന്നു. സൂര്യ കാർ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ആശയക്കുഴപ്പം ഇല്ല, മറിച്ചൊരു തീരുമാനം എടുക്കായിരുന്നു സൂര്യ. ചന്ദ്രയുടെ കയ്യിൽ പിടിച്ച ഫോട്ടോ ഹൃദയത്തോട് ചേർത്തു. മികയുടെ സ്നേഹത്തിന്റെ ഓർമ്മയായി 2 സഹോദരിമാർക്ക് മുന്നിലും ഒരേ ഒരു സത്യം മാത്രം. ഗായത്രി ദേവി അവരുടെ മുത്തശ്ശി മാത്രമല്ല, അവരുടെ കുടുംബത്തിന്റെ ഇരുണ്ട അധ്യായം കൂടിയാണ് എന്നുള്ള കാര്യം. പക്ഷേ ആ ഇരുട്ടിനെ തകർക്കാൻ അവരുടെ കൂടെ ഒരു കളക്ടറും ഒരു IPS ഓഫീസറും കൂടെയുണ്ടെന്നുള്ള ധൈര്യവും. രാത്രി കൂടുതൽ കനത്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ പുലരി അടുത്തെത്തുകയായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.